വാട്സ്ആപ്പ് ബൾക്ക് സെൻഡിംഗ് സോഫ്റ്റ്വെയറിന്റെ ട്രെയിനിങ് വീഡിയോ ആണ്. ഇപ്പൊ അതിൽ നമുക്ക് ഇതിന്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് മുതൽ തുടങ്ങാം. ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഇതിന്റെ അപ്ഡേഷൻ വരുമ്പോൾ അപ്ഡേറ്റഡ് ഫയൽ അയച്ചു തരും. അപ്പൊ നിലവിൽ ഇപ്പൊ അയച്ചു തരുന്ന ഫയൽ ഇൻസ്റ്റാൾ ചെയ്താലും പിന്നീട് പുതിയ അപ്ഡേഷൻ അയക്കുന്ന സമയത്ത് പഴയത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം പുതിയ ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പൊ ആദ്യം എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് സിസ്റ്റം നോക്കാം. ഇതാണ് WS സെന്ററിന്റെ ആപ്ലിക്കേഷൻ ഫയൽ വരുന്നത്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾഡ് ആണ്. ഇപ്പൊ ഇതെങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ സെർച്ച് ബാറിന്റെ അവിടെ ഇൻസ്റ്റാൾഡ് ആപ്പ് എന്ന് സെർച്ച് ചെയ്യാം. ചില കമ്പ്യൂട്ടറിൽ ചില വിൻഡോസിൽ ഇൻസ്റ്റാൾഡ് ആപ്പിന് പകരം ആപ്പ് ആൻഡ് ഫീച്ചർ എന്നായിരിക്കും ഈ സെറ്റിംഗ്സിന് വരിക. ആപ്പ് ആൻഡ് ഫീച്ചർ ആണ് ആപ്പ് ആൻഡ് ഫീച്ചർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം വരുന്ന ഇൻസ്റ്റാൾഡ് ആപ്പ് ആണ് ഇൻസ്റ്റാൾഡ് ആപ്സ്, അല്ലെങ്കിൽ ആപ്പ് ആൻഡ് ഫീച്ചർ ആണെങ്കിൽ ആപ്പ് ആൻഡ് ഫീച്ചർ. ഈ സെർച്ച് ദ വെബ് എന്നുള്ളതല്ല സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ സെറ്റിംഗ്സിലുള്ള ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇൻസ്റ്റാൾഡ് ആപ്സ് ആണെങ്കിൽ ഇൻസ്റ്റാൾഡ് ആപ്സ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആപ്പ് ആൻഡ് ഫീച്ചർ എടുക്കുക. അത് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതിൽ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ WS സെന്റർ സെറ്റപ്പ് എന്നുള്ള ഫയലാണ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ WS സെന്റർ സെറ്റപ്പ് എന്നുള്ള ഒരു ഫയൽ കാണാനായിട്ട് പറ്റും. ആ ഫയൽ നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം അൺഇൻസ്റ്റാൾ എന്നുള്ള ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം അൺഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ആ സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അൺഇൻസ്റ്റാൾ ആയി. ഇനി എങ്ങനെയാണ് നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ വാട്സാപ്പിൽ അയച്ചു തരുന്ന WS സെന്റർ സെറ്റപ്പ് എന്നുള്ള ഫയൽ ഉണ്ടാവും. ആ സെറ്റപ്പ് ഫയൽ ആദ്യം കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനായിട്ട് ക്രോമിൽ വാട്സാപ്പ് വെബ് കണക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഫയൽ പ്രോപ്പറായിട്ട് ഡൗൺലോഡ് ആയി കിട്ടും. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത ശേഷം WS സെന്റർ സെറ്റപ്പ് എന്നുള്ള ഈ ഫയലിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. അടുത്തത് നെക്സ്റ്റ് കൊടുക്കുക. അടുത്തത് നെക്സ്റ്റ് കൊടുക്കുക. എസ് കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ്. ഇത്രയുള്ള ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്ത ഫയൽ WS സെന്ററിന്റെ ആപ്ലിക്കേഷന്റെ ഐക്കൺ നമ്മുടെ ഇവിടെ വരും, ഡെസ്ക്ടോപ്പിൽ വരും. ഇത് സെറ്റപ്പ് ഫയലാണ്. ഇത് ആപ്ലിക്കേഷൻ ഫയൽ വന്നു കഴിയുമ്പോൾ അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിലൊരു കോഡ് കാണിക്കും. ഇപ്പൊ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇത് കോഡ് കാണിക്കാത്ത. ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ മാത്രമേ കോഡ് ചോദിക്കത്തുള്ളൂ. പിന്നീട് ചെയ്യുന്ന സമയത്ത് കോഡ് ചോദിക്കത്തില്ല. പിന്നീട് നമ്മൾ റീഇൻസ്റ്റാൾ ചെയ്ത് പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കോഡ് ചോദിക്കത്തില്ല. അപ്പൊ ആദ്യം കോഡ് കാണിക്കുമ്പോൾ ആ കോഡ് കോപ്പി ചെയ്ത് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ലൈസൻസ് ജനറേറ്റ് ചെയ്ത് തിരിച്ചു തരും. അപ്പൊ ആ ലൈസൻസ് കോഡ് കോപ്പി ചെയ്തിട്ട് ആക്ടിവേഷൻ കീ ചോദിക്കുന്ന ഒരു പോർഷൻ ഉണ്ടാവും. അതിൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ആക്ടിവേറ്റ് നമുക്ക് കൊടുത്താൽ ഇതുപോലൊരു വിൻഡോയിലേക്കായിരിക്കും നമ്മൾ വരും. ഇതിൽ നമ്മൾ എങ്ങനെയാണ് മെസ്സേജസ് അയക്കുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറയാം. നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് എപ്പോഴും എക്സലിലാണ് നമ്മുടെ കയ്യിൽ ഡേറ്റ ഉള്ളതെങ്കിൽ നമ്മൾ ആ എക്സലിൽ ജസ്റ്റ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് ഇവിടെ നമ്പർ എന്നുള്ള സ്ഥലത്ത് വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് കൺട്രി കോഡ്, കോപ്പി പേസ്റ്റ് നമ്പർ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതുപോലെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് നമ്പേഴ്സ് എന്നുള്ളതുകൊണ്ട് അതിൽ ആഡ് കൺട്രി കോഡ് നമ്മൾ ഇല്ലാത്ത ഡേറ്റയാണ് നമ്മുടെ കയ്യിൽ ഉള്ളതെങ്കിൽ നമ്മൾ ഇവിടെ നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്ത ശേഷം ആഡ് കൺട്രി കോഡ് കൊടുക്കുക. എന്നിട്ട് 91 കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. 91 ഇന്ത്യയിലാണെങ്കിൽ 91 കൊടുക്കുക. വേറെ ഏതെങ്കിലും കൺട്രി ആണെങ്കിൽ അവിടുത്തെ കൺട്രി കോഡ് കൊടുക്കുക. എന്നിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ നമ്പറിലും ഓട്ടോമാറ്റിക്കലി കൺട്രി കോഡ് വരും. ഇനി നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് നമ്പറിന്റെ അവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കോപ്പി പേസ്റ്റ് നമ്പർ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നമ്മൾ എക്സലിൽ നിന്ന് കോപ്പി ചെയ്ത നമ്പർ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇമ്പോർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ വരും. ഞാനിപ്പോൾ സാമ്പിൾ കാണിക്കാനായിട്ട് ആയതുകൊണ്ടാണ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാത്തത്. ബട്ട് ഇവിടെ തന്നെ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കാണിക്കാം. നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത ശേഷം അല്ലെങ്കിൽ എക്സലിൽ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത ശേഷം ഇമ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ നമ്പർ ഇവിടെ വരും. ആ നമ്പേഴ്സ് എല്ലാം ഇവിടെ വരും. അതിനുശേഷം മെസ്സേജ് ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് യുവർ മെസ്സേജ് എന്നുള്ള സ്ഥലത്ത് ഇപ്പൊ ഹായ് ആണെന്നുണ്ടെങ്കിൽ ഹായ് കൊടുക്കുക. അതിനുശേഷം എന്തെങ്കിലും നമ്മുടെ കണ്ടന്റ് എന്താണോ കണ്ടന്റ് കൊടുക്കുക. എന്നിട്ട് ആഡ് ഫയൽ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇമേജസ് ഒക്കെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടറിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റാർട്ട് ക്യാമ്പയിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ സ്റ്റാർട്ട് ക്യാമ്പയിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാമ്പയിൻ നെയിം കൊടുക്കുക. അത് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും പേര് കൊടുക്കാം, നമുക്ക് അറിയാനായിട്ടാണ്. അതിനുശേഷം താഴെ സേഫ് മോഡ് അൺസേഫ് മോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ അൺസേഫ് ആണ് എപ്പോഴും കൊടുക്കേണ്ടത്. സേഫ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിന് നമ്പർ സേവ് ചെയ്തേക്കുന്ന ആൾക്കാർക്കൊക്കെ അയക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് എപ്പോഴും പ്രോപ്പറായിട്ട് സെൻഡ് ചെയ്യാനായിട്ട് അൺസേഫ് മോഡ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകും. ഇതിൽ ക്ലിക്ക് ടു ഇനിഷ്യേറ്റ് എന്നുള്ള ആദ്യത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ വാട്സപ്പ് റീലോഡ് ചെയ്ത് വരുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും.
വാട്സപ്പ് കണക്റ്റഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് റീലോഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ക്രോമിൽ ആണ് QR കോഡ് വരും. QR കോഡ് നമ്മൾ ലിങ്ക് ഡിവൈസ് കൊടുത്ത് വാട്സപ്പിന്റെ മേളത്തെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്ക് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ QR കോഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇതിൽ മേളിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ആ ലിങ്ക് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള സ്കാനർ വരും. ആ സ്കാനർ വെച്ചിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാട്സപ്പ് കണക്ട് ആവും. വാട്സപ്പ് ഇവിടെ ഇപ്പൊ കണക്ട് ആയിട്ടുണ്ട്. കണക്ട് ചെയ്തുമ്പോൾ ഇത് മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇനിഷ്യലൈസ്ഡ് എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിൽ പച്ച കളറിൽ കാണാനായിട്ട് പറ്റും. അത് കഴിയുമ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അയച്ച മെസ്സേജ് ആണെങ്കിൽ ഇപ്പൊ ഹായ്, ഇവിടെ സെൻഡ് ആയതിന്റെ സ്റ്റാറ്റസും ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ആയി, സക്സസ് എന്നുള്ള സ്റ്റാറ്റസ് ഇവിടെ കാണും. ഇനി കോൺടാക്ട് നോട്ട് ഫൗണ്ട് ആണ്, കോൺടാക്ട് നോട്ട് ഫൗണ്ട് കാണിക്കും. ഫെയിൽഡ് ആണെങ്കിൽ ഫെയിൽഡ് കാണിക്കും. വാട്സപ്പ് ഇല്ലാത്ത ആ നമ്പറിൽ വാട്സപ്പ് ഇല്ലെങ്കിലാണ് കോൺടാക്ട് നോട്ട് ഫൗണ്ട് കൂടുതൽ കാണിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നത്.